ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. സിമ്പിളാണ്, നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതിനു വേണ്ടി ഒരു കടായിലേക്ക് നമുക്ക് 4 വറ്റൽമുളക് എടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 12 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ഇഞ്ച് പീസ് ഇഞ്ചി റഫ്ലി ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ പെപ്പർ, പിന്നെ 1 ടീസ്പൂൺ പോപ്പി സീഡ്സ്, കസ്കസ് എന്ന് പറയുന്ന സാധനം, അതാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നല്ലൊരു മണമൊക്കെ വന്നതിന് ശേഷം തീ ഒന്ന് ലോയിലിട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1-2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകം പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈ പൊടികളുടെ പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ടൊമാറ്റോ ആണ്. അപ്പോൾ 2 ടൊമാറ്റോ എടുത്ത് ഇതുപോലെ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ ഒക്കെ കുറച്ച് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ചൂടാറാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ചൂടാറിയതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അരക്കപ്പോളം കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു കടായിലേക്ക് 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിലേക്ക് ഒരു 3 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വാടി കിട്ടാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിമൊക്കെ ഒന്ന് ലോയിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1 കിലോ ക്ലീൻ ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കുക അതിലേക്ക്. അപ്പം മിക്സിയുടെ അതിനകത്ത് മസാലയുടെ ബാക്കിയുള്ള വെള്ളവും, അതായത് 1 കപ്പ് വെള്ളവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഗ്രേവിയുടെ അളവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി മൂടി വെച്ച് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു 1/2 കപ്പ് വെള്ളത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ കോക്കോനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചിക്കൻ നോക്കാം. ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവിയും അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം തേങ്ങാപ്പാൽ ചേർക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ഇവിടം വെച്ച് നിർത്തിയിട്ട് ചിക്കൻ കറി ഇതുപോലെ തന്നെ എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇനി അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം സാധാരണ ഓയിലാണെങ്കിൽ ആവശ്യമില്ല, വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടി ഞാൻ ചേർത്ത് കൊടുത്തതാണ്. പിന്നെ കുറച്ച് മല്ലിയില മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉടനെ സെർവ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഒരു 1/2 hour കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ പീസയിലൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.